ആത്മബന്ധു. ഒരു ദിവസം പൂർണ്ണമായി. ഈ ദിവസത്തെ വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൻ്റെ അമൂല്യമായ അനുഗ്രഹങ്ങളെ ഈ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഓർത്തെടുക്കുവാൻ സാധിച്ചുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഇതാ രാത്രി എത്തി. ഇനി എല്ലാം മാറ്റിവെച്ച് ഒരൊഴിഞ്ഞ കപ്പായെ ചിന്തകളാൽ അസ്വസ്ഥമാകാതെ ദിവസത്തിൻ്റെ ആയാസങ്ങളിൽ പ്രയാസങ്ങളിൽ ബാധിക്കപ്പെടാതെ ഉറങ്ങുവാൻ സമയമാവുകയാണ്. ഒഴിഞ്ഞ കപ്പായിരിക്കുക എത്ര സുഖകരമായൊരു പ്രയോഗമല്ലേ. ഒഴിഞ്ഞ കപ്പായിരിക്കുമ്പോൾ, ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതിരിക്കുമ്പോൾ അനിതര സാധാരണമായൊരു സുഖം നമ്മളിലേക്ക് പ്രവഹിക്കും. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരുന്നു, ഞാൻ എങ്ങനെയാണ് സന്തോഷത്തെ കണ്ടെത്തുക, എനിക്കെങ്ങനെയാണ് സ്വസ്ഥമാകാൻ സാധിക്കുക? ഗുരു പറഞ്ഞു, നീ തന്നെ അന്വേഷിക്കുക, എന്താണ് നിന്റെ സന്തോഷം? ജീവിതത്തിൽ സമ്പത്ത് ധാരാളമായി ഉണ്ടായാൽ സന്തോഷമുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അതിന് ശ്രമിച്ചു നോക്കൂ. ശിഷ്യൻ തന്റെ നിരന്തരമായ ശ്രമത്താൽ സമ്പന്നനായി. പക്ഷേ സന്തോഷം അത് ലഭിക്കുന്നില്ലല്ലോ. വീണ്ടും ഗുരുവിനരികിലെത്തി. സമ്പത്തൊക്കെ ഉണ്ടായി, പക്ഷേ സന്തോഷം? ഒരു പക്ഷേ നിനക്ക് സന്തോഷം കിട്ടുക നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണെങ്കിലും. അതിനാൽ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, നല്ലൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക. അതിൽ സന്തോഷിക്കാനാകുമോ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യൻ ഇതൊക്കെയും ചെയ്തു. പിന്നെയും സന്തോഷം ലഭിക്കുന്നില്ല. എവിടെയാണ് യഥാർത്ഥ സന്തോഷം? ശിഷ്യൻ വ്യാകുലപ്പെട്ടുകൊണ്ടേയിരുന്നു. ഗുരുവിനരികിലെത്തി വീണ്ടും പറഞ്ഞു, ഇല്ല ഗുരു, എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. ഗുരു പറഞ്ഞു, പല വഴികൾ നീ നോക്കിയല്ലോ സന്തോഷത്തിനായി. എന്നാൽ ഇനിയൊരു കാര്യം ചെയ്യൂ. സമ്പന്നനായ നീ എനിക്ക് വേണ്ടി നാളെ ഒരു സദ്യ ഒരുക്കൂ. ആ സദ്യ നീ തന്നെ എനിക്ക് വിളമ്പിത്തരൂ എന്ന്. ശിഷ്യൻ ഗുരുവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നേരെ സ്വഗൃഹത്തിലേക്ക് പോയി. ഗുരുവിന് വേണ്ടി ഏറ്റവും വിശിഷ്ടമായ സദ്യ തന്നെ ഒരുക്കി. ഗുരുവിന് ആ സദ്യ വിളമ്പിക്കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സന്തോഷം തന്നെ തേടിയെത്തും എന്ന് ആ ശിഷ്യന് അത്രമേൽ ഉറപ്പായിരുന്നു. ആ രാത്രി മുഴുവനും വരാനിരിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരുന്നു ശിഷ്യൻ. പ്രഭാതമെത്തി. ആ പ്രദേശത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കൾ ഉപയോഗിച്ച് വിശേഷമായ രീതിയിൽ പാചകം ചെയ്ത് അതിസ്വാദിഷ്ടമായ ഒരു സദ്യ തന്നെ ഗുരുവിന് വേണ്ടി ശിഷ്യനൊരുക്കി. സദ്യയുമായി ഗുരുവിനരികിലെത്തി. വിളമ്പിക്കൊടുക്കുവാൻ വെമ്പുന്ന മനസ്സോടുകൂടി ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ഗുരു വന്നു. ഗുരു പറഞ്ഞു, ഞാൻ എൻ്റെ ഭിക്ഷാപാത്രത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് നിനക്കറിയാമല്ലോ. അതിനാൽ ഈ വിശിഷ്ടമായ ഭക്ഷണം മുഴുവനും ആ പാത്രത്തിലേക്ക് വിളമ്പിത്തരാ എന്ന്. ശിഷ്യൻ അതിന് തയ്യാറായി വരുമ്പോൾ ഗുരു തൻ്റെ ഭിക്ഷാപാത്രം എടുത്ത് കയ്യിൽ പിടിച്ചു. വല്ലാതെ അഴുക്കു പിടിച്ച ആ പാത്രത്തിൽ ഗുരു തൻ്റെ വിസർജ്യം കൂടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ശിഷ്യൻ അത് കണ്ടപ്പോൾ ആകെ വല്ലാത്ത അസ്വസ്ഥതയായി. താൻ കൊണ്ടുവന്ന വിശിഷ്ടമായ ഈ ഭക്ഷണം, അതിസ്വാദിഷ്ടമായ ഈ ഭക്ഷണം എങ്ങനെയാണ് ഇത്രയും വൃത്തികേടുകളുള്ള ആ പാത്രത്തിലേക്ക് വിളമ്പുക? തനിക്കൊരിക്കലും അത് സാധിക്കില്ല എന്ന് ശിഷ്യൻ മനസ്സിലാക്കി. ഗുരു പറഞ്ഞു, ഭക്ഷണം വിളമ്പിക്കോളൂ. പക്ഷേ ശിഷ്യൻ അത് സാധിക്കുന്നില്ല. ശിഷ്യൻ ക്ഷമയെല്ലാം നശിച്ച് ഗുരുവിനോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എങ്ങനെയാണ് ഇത്രയും വൃത്തികെട്ട പാത്രത്തിലേക്ക് ഞാൻ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഇത്രയും വിശിഷ്ടമായ സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പുക? ഗുരു ഒരു ചെറുചിരിയോട് പറഞ്ഞു,
എത്ര ശ്രമിച്ചിട്ടും നിനക്കിതിലേക്ക് ഭക്ഷണം വിളമ്പാൻ സാധിക്കുന്നില്ലല്ലോ. ഇതുപോലെയാണ് നിന്നിലേക്ക് സന്തോഷത്തെ നൽകുവാൻ ഈ പ്രപഞ്ചത്തിനും സാധിക്കാത്തത്. കാരണം നീയാകുന്ന പാത്രം എപ്പോഴും സന്തോഷത്തിന് വേണ്ടി തിരഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നിരന്തരമായി നിനക്ക് ലഭിക്കുന്ന സന്തോഷങ്ങളിലെ, നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിലെ ആനന്ദത്തെ കണ്ടെത്താതെ മറ്റെന്തോ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിന്റെ അതൃപ്തിയാകുന്ന വിസർജ്യം നീയാകുന്ന പാത്രത്തിൽ സദാ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സന്തോഷമാകുന്ന വിശിഷ്ട പൂജ്യം ഈ പ്രപഞ്ചം നിനക്കായി നൽകുക? ശിഷ്യന് ഒരു നിമിഷം കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായി. ആ നിമിഷം തന്നെ ഗുരുപാദങ്ങളിലേക്ക് സ്വയം സമർപ്പിച്ചു. ആത്മസമർപ്പണമായിരുന്നു അത്. അന്നുണ്ടായ തിരിച്ചറിവിൽ നിന്ന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആ ശിഷ്യൻ അവസാനിപ്പിച്ചു. പിന്നെയോ തനിക്കുള്ളതിൽ എവിടെയാണ് സന്തോഷം ഒളിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. തനിക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളിൽ നിന്നും സന്തോഷത്തെ വീണ്ടും വീണ്ടും ചേർത്ത് വെച്ചു. അപ്പോൾ അതുവരെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് തിരിച്ചു ലഭിക്കുന്നത് ആ ശിഷ്യൻ അറിഞ്ഞു. അതുപോലെയാണ് നമ്മളും. പലപ്പോഴും ഒഴിഞ്ഞ പാത്രമായിരിക്കില്ല നമ്മൾ. നിറഞ്ഞിരിക്കുന്ന ചിന്തകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, നാളെ എങ്ങനെ കഴിച്ചുകൂട്ടണമെന്നുള്ള വിചാരങ്ങൾ, വരാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഭയം, ഇങ്ങനെ പലതും കൊണ്ട് നമ്മുടെ ആ പാത്രം ഒഴിഞ്ഞല്ലാതെ, ഒട്ടും നല്ലതല്ലാതെ പലപ്പോഴും മലിനപ്പെട്ട് ഇരിക്കുന്നുണ്ടാകും. അവിടേക്ക് എങ്ങനെയാണ് സ്വസ്ഥതയെ, സന്തോഷത്തെ ഈ പ്രകൃതിക്ക് നിറയ്ക്കാനാവുക? ഒരു നിമിഷം കണ്ണടയ്ക്കൂ. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക. സുദീർഘമായൊരു ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ശ്വാസം പുറത്തേക്ക്, തൻ്റെ നാസികയിലൂടെ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിലൂടെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും, സകല മനോമാലിന്യങ്ങളും പുറത്തേക്ക് ഒഴുകി ഒഴുകി പോകുന്നത് അറിയുക. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പ്രത്യേകമായ ഊർജം നമ്മിൽ നിറയുന്നതും, ഓരോ തവണ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും നമ്മിൽ നിന്ന് മനോമാലിന്യങ്ങൾ അകന്നകന്നകന്നു പോകുന്നതും അറിയുക. അവിടേക്ക് ഈ പ്രപഞ്ചം നിറയ്ക്കുന്ന സ്വസ്ഥതയെ, സുഖത്തെ, ശാന്തിയെ മനസ്സിലാക്കുക. ആത്മബന്ധു, ശുഭരാത്രി.